ഏയ് അച്ഛനെ ഹലോ. അച്ഛനെ ഒരു 150 വേണമല്ലോ. നല്ല തണുപ്പ്. കട പൂട്ടുന്നതിന് മുമ്പ് പണ്ടാരടങ്ങാൻ പാടില്ലേ? 50, 100 ഒന്നും അളക്കാൻ പറ്റില്ല. കുപ്പിയായിട്ട് വേണം. എന്നാ ഒരു അരയിട്. ബാക്കി ആളെ മേടിച്ചോ. ഓ ഒരു തുള്ളി എനിക്കും തരുമോ? വല്ലാതെ തണുക്കുന്നു. എന്റെ കാല അഴിച്ചു വെച്ചിരിക്കുക. ചന്ദ്രു എന്നല്ലേ പേര്? ഇത്തിരി തരുമോ എനിക്ക്? ഞാനിവിടെ വീട്ടിലാണോ കിടപ്പ്? ഇല്ല, വണ്ടിയില്ല. നന്നായി. ഈ നാട് കൊള്ളരുതാത്ത ചിരിച്ചും കരഞ്ഞും കാണിക്കുന്നവരെ ഒരിക്കലും നമ്പരുത്. നിങ്ങളാരാ? എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ? ഒരു തെണ്ടി. ഇഷ്ടം തോന്നുന്നവരുടെ ഒരു ചായക്ക് കാശ് ചോദിക്കും. തന്നാ വാങ്ങും, തന്നില്ലെങ്കിൽ വേണ്ട. ഈ നാട്ടുകാരാണോ? ആ എന്ന് പറയാം. കൈതക്കാടൻ മാത്തു എന്ന് പറയും. ഇപ്പോഴാരും അങ്ങനെ വിളിക്കാറില്ല. ഇന്ന് മേപ്പുള്ളി കൊച്ചുവർക്കിയിരിക്കുന്ന വീട് കണ്ടിട്ടില്ലേ? അതെന്റേതായിരുന്നു. എന്റെ വീടും അവനെടുത്തു, കാലും അവനെടുത്തു. സങ്കടം പറയല്ല കേട്ടോ, ഒരു സങ്കടവും ഇല്ല. മനസമാധാനേ ഉള്ളൂ. കാരണം നല്ല പ്രായത്തിൽ കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫല. കിടക്കാറായങ്ങ് പോയിക്കോ. കുറച്ചാൾ ഉണ്ടാവും ഇവിടെ. അധികം തങ്ങണ്ട. ഈ നാടിനൊരു പെശകുണ്ട്. വെട്ടാ പിന്നെ വിടില്ല. അട്ട പിടിച്ചതുപോലെയാ. ആ ബാപ്പാക്ക് പറക്കണം, എന്നാലേ ബാക്കിന് വില ഉണ്ടാവും. ഹറാം പറഞ്ഞാൽ മൂജിമാരം കാട്ടണ്ട. ഇജ്ജ് എപ്പോഴും പറയല്ലോ നാട് വിട്ടു പോകൂലെന്ന്. എന്നിട്ട് ഇപ്പോഴെന്തായി? ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എവിടെ പോയി ഒളിച്ചാലും അന്നെ നമ്മൾ വിടുവോ? അല്ല, ഈ ഉറുപ്പ്യ തരുമല്ലയോ? ഞമ്മക്ക് ഇപ്പൊ അറിയണത്. ഇനി ഞമ്മക്ക് ഈ നടപ്പ് പറ്റൂല. അല്ലെങ്കിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും. എന്റെ വണ്ടി കട്ടൗട്ട് ചെയ്തിട്ട് അന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് ഇട്ടിച്ച് തൂപ്പാക്കും. ഈ എന്താണ് ഒന്നും മിണ്ടാത്തത്? അന്നെ തൊള്ളലിന്റെ നാക്കില്ലേ? നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്ക്. എനിക്കിനും ഒറ്റ വാക്കും ഉണ്ടാനില്ല. അന്നെ നമുക്ക് വെറുതിരിക്കണം. നിങ്ങളെ പറ്റിച്ച് നാട് വിട്ട് പോകുന്നൊന്നും അല്ല ഞാൻ. രവി മരിച്ചറിഞ്ഞോ നിങ്ങൾ? അതൊക്കെ നമ്മൾ അറിഞ്ഞിക്കണം. മനുഷ്യന്മാരെ മയ്യത്താവും. അതിപ്പോ ഒരു പുത്തരിയാ? അല്ല, അതിന് ഈ ഇവിടെ പറ്റി കിടക്കുന്ന എന്തിനാ? അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണോ? ഇത്ര കണ്ണീച്ചോറില്ലാത്തവനാണോ നിങ്ങൾ? രവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം. ആ പെണ്ണും തള്ളയല്ലാണ്ട് വേറെ ആരുമില്ല അവിടെ. ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അവൻ്റെ ഒരു ആശ, താമസിക്കാൻ ഒരു വീട്, അത് ഞാൻ നടത്തി കൊടുക്കും. അതിനുവേണ്ടിയാ കുറച്ച് ദിവസം ഇവിടെ തങ്ങിയേ. അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല. വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ. ചന്ദ്രു, ഈ പിണങ്ങിയിരിക്കുക. മോന്ത കണ്ട ചെന്നായിന്റെ മാതിരിയാ. ഉള്ളു കുട്ടികളുടെ പാഹേ. ഇത് പൊടി, ഇത് പൊടിയടാ. വാ, പാതിരാക്ക് മുമ്പ് എനിക്കങ്ങ് എത്തണം. വാ വാടാ. എന്നിട്ട് പെരപ്പണി തുടങ്ങിയാ? നീ തുടങ്ങി. അതിന് കുറുപ്പി വല്ലതും വേണം? വേണമെങ്കിൽ പറ. വേണ്ട, എൻ്റെ ഉണ്ട്. ഇവിടെ നല്ല പണിയുണ്ട്. ഈ പെരേന്റെ പണി വലിയ ഹലാക്ക് പിടിച്ച ഇടപാടാ. പിടിച്ചോർത്ത് നിൽക്കൂല. പിന്നെ വല്ലതും വേണ്ടി വന്ന എഴുതിയാ മതി കേട്ടാ. തള്ളണോ? അത് എന്റെ വണ്ടി. എന്റെ വണ്ടിന്റെ വാട്ടറൊക്കെ പുതിയതാ.
പോട്ടേടാ. ഉം. ഏ എന്റെ മുട്ടാളത്തരൊന്നും ഇന്നാട്ടിൽ വേണ്ടട്ടോ. വല്ലോരും തല്ലിക്കൊന്ന് പോയാലറിഞ്ഞാ നമ്മള് പോലും അറിയില്ല. രമണി, ചായക്ക് ഇത്തിരി വെള്ളം വയ്ക്കുമോളെ. പെരവണിയുടെ ചെലവൊക്കെ രവിയുടെ സമ്പാദ്യോ അല്ലെങ്കിൽ ചങ്ങാതിയുടെ വകയോ? അതൊന്നും പറയണ്ട. രവിയുടെ പെട്ടിയില് 10,000 രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് എവിടെ തീരാനാ? ചന്ദ്രുവിന് സ്വന്തം അനിയനെ പോലെ ആയിരുന്നു അവൻ. ഇത് അവന്റെ കടമയാണെന്നാ അവൻ പറയുന്നത്. ആളിത്തിരി മുനിശുണ്ടിക്കാരനല്ലേ? ദേ ചന്ദ്രു വരുന്നുണ്ട്. ചന്ദ്രുവിന്റെ കാര്യം പറഞ്ഞ് നാവ് എടുത്തുള്ളൂ. 100 ആയുസ. രമണി, ചായ വേഗം ഉണ്ടാക്ക്. ദേ ചന്ദ്രേട്ടൻ വന്നിട്ടുണ്ട്. നിൽക്കാൻ സമയമില്ല. പാലക്കാടിന് വൈക്കോലുണ്ടായ ഒരു പണി കിട്ടിയിട്ടുണ്ട്, പോണം. മരത്തിന് കാശ് കൊടുക്കണം. മരം വേണമെങ്കിൽ ഇന്ന് തന്നെ കാശ് കൊടുക്കണം എന്ന് അയാൾ വന്ന് പറഞ്ഞിട്ട് പോയി. കൊടുക്കാം, നാളെ വേണ്ടെന്നാളാവട്ടെ. മുളക് 100, മുളക് 100, പരിപ്പര, പരിപ്പര, പിണ്ണാക്ക് 2, പിണ്ണാക്ക് 2, കടുക് 50, കടുക് 50, വെളിച്ചെണ്ണ 200, വെളിച്ചെണ്ണ 200, 501 ബാർ അര, 501 ബാറര, അരിമട്ട 4, അരിമട്ട 4. വേറൊന്നുമില്ലോ? ഇല്ല. ഇതാ ആ 44 50. ദാ. മുതലാളി, 2 കിലോ അരി സാമാനവും വേണം. കാശുണ്ടോ? അടുത്ത ആഴ്ചയിൽ കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം. എന്നാ കൊയ്ത്ത് തുടങ്ങിയിട്ട് കൊണ്ടുപോയാ മതി. ഇന്നലെ മുതൽ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. വേണ്ട, കുടിക്കണ്ട. മോൻ ഇംഗ്ലാവ് വിളിച്ച് നടക്കട്ടെ. കൊച്ചുവർക്കിക്ക് 10 തേങ്ങ പോയെന്ന് വെച്ച് ഒരു തേങ്ങയില്ല. സമരം ചെയ്ത് തോപ്പിക്കാൻ പോണു. കൊച്ചുവർക്ക് പണി കൊടുക്കലെന്ന് വെച്ചാൽ പിന്നെ ഈ നാട്ടിൽ എത്ര തെങ്ങുണ്ട് കയറാൻ? അവന് വിവരം ഇല്ലാണ്ട്. വിവരം കൂടിയിട്ടാ. ഈ നാട്ടിൽ ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കി മിണ്ടിയിട്ടില്ല. എന്നിട്ടൊരു പീറ ചെക്കൻ. മുതലാളി മാപ്പാക്കണം. അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല. ഒരു പെണ്ണ് പെറ്റുകിടക്കണുണ്ട്. അതിനിച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ. അരിയെങ്കിലും താ മുതലാളി. ഓ, ഇത് വലിയ ഗതികേടായല്ലോ. കഴിഞ്ഞോടാ, നീ ബാങ്കിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഈ തള്ളക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്ക്. ശരി മലയാളി. അടുത്ത തെങ്ങേറ്റത്തിന് പാറ്റക്കാരെ കൊണ്ട് വരാൻ പറ മോനോട്. ആ മോനെ രമേശ, ഞാൻ മുതലാളിയോട് കുറച്ച് കാശ് ചോദിച്ചിരുന്നു. നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല, ദേ മുതലാളി വരുന്നുണ്ട്, നേരിട്ട് ചോദിച്ചോ. നീ പോയില്ലേ? ഇല്ല. കാശ് തരാൻ പറ്റില്ല. ഈ സ്ഥാപനം നടത്തുന്ന ഓശാരത്തിനൊന്നുമല്ല. പണയം വെക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ, കാശ് തരാം. നാളെ മുതൽ മണലെടുക്കാൻ പോവാ. കൂലി തീർക്കുമ്പോൾ ഇത് പിടിച്ചിട്ട് തന്നാ മതി എന്ന് സണ്ണിച്ചോണ്ട് പറഞ്ഞാൽ മതി. നെഞ്ചുവേദന എടുത്തിട്ട് ആശുപത്രി പോവാനാ എന്റെ അമ്മ. സത്യത നിന്നെ ഞാൻ ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. നിന്റെ തള്ളയെ പാമ്പ് കടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് നീ 25 രൂപ എന്നോട് കടമ വെച്ചോണ്ട് പോയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല. നീ ഓർക്കുകയല്ല. ആ അത് ശരിയാ, പാമ്പല്ല മുതലാളി, പട്ടിയാ. പട്ടി. ഗോവിന്ദ, എന്തോ എന്റെ സമയം മെനക്കെടുത്താ പോവാൻ നോക്കുന്നുണ്ടോ? പോവാ. ആരെങ്കിലും കുറിപ്പണം അടയ്ക്കാനുണ്ടോ? കടവത്തെ പണിക്കാർ 5 ആളെ കിട്ടിയിട്ടില്ല. ഞായറാഴ്ച കൂലി തീർക്കട്ടെ എന്ന്. ഇവറ്റകൾക്ക് സമയത്തിന് കുറിപ്പണം അടച്ചാലെന്താ? കള്ളു കുടിക്കാൻ തോന്നിയ അവസരം കാശുണ്ട്.
എന്താ ഇത്? കിണ്ടി. ഇത് നേരത്തെ പാടില്ലായിരുന്നു. അതിനിടയിൽ എന്തിനാടാ ഒരു കള്ളക്കളി, അതും കൊച്ചുവർക്കിയോട്? അല്ലാതെ ഞാനത് അത്ര ഇവിടുന്നേലും മോട്ടിച്ചാണോടാ? ഏയ് ഛെ, 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 അയ്യയ്യേ. രമേശ, ഒരു 15 രൂപ കൊടു. അല്ലാതെ 15 പോരെ 30 രൂപ കിട്ടുക. 25 കൂടെ. അല്ലാതെ അയ്യോ എന്തത് രമേശ. ഒരു മാസത്തിനുള്ളിൽ ഇതെടുപ്പിച്ചോണം. ഉവ്വ. 30 ദിവസം കഴിഞ്ഞാൽ കിണ്ടിയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കില്ല. ഇല്ല ഇല്ല ഇല്ല. അയ്യേ എന്നെ ഒന്നും അതിന് കിട്ടില്ല. ചോറെടുക്കാൻ പോകുമ്പോ ഇത് വീട്ടിൽ കൊടുത്തേ. ശരി. ഇനി ഇതൊന്നും ഇവൻ എടുപ്പിക്കാൻ പോകുന്നില്ല. ചേച്ചിയോട് ചോറെടുത്ത് തരാൻ പറ. വേണമെങ്കിൽ ചെന്ന് പറയും. എനിക്ക് വേണമെന്നില്ല, അപ്പനും ചേട്ടനും ഉച്ചയ്ക്ക് ചോറുണ്ടെങ്കിൽ മതി. എനിക്കൊരു നിർബന്ധമില്ല. ചോറ് കൊണ്ടെല്ലാൻ വയ്യ, രമേശിന് തന്നെ കിട്ടിക്കോളും. പിന്നെ ചോറ് കിട്ടിയാ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും. അവിടെ ഇരുന്നോ, അത്രയും നേരം എനിക്ക് കാണാമല്ലോ. നീ അകത്തേക്ക് പോകുന്നുണ്ടോ? ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ഇന്ന് കുറിയുടെ പിരിവുള്ള ദിവസാ, അതാ വൈകിയേ. ഇതിവിടെ തരാൻ പറഞ്ഞു. ഇതെവിടെ നീട്ടി? മണിക്കൂർ 2 ഇത് ഞാൻ തരാൻ തുടങ്ങിയിട്ട്. ഇത് ഇവിടുത്തെയാണോ? പിന്നെ കാലത്ത് വെള്ളം നിറച്ച് തിണ്ണമ്മ വെച്ചത് ഞാനാ. പിന്നെ ഈ സാധനം കണ്ടിട്ടേ ഇല്ല. ഇതിപ്പോ എവിടുന്നാ? എന്താ ചിരിക്കണേ? അല്ല, കടുവേനെ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലായി. ഇത് ഗോവിന്ദ മുതലാളിയുടെ അടുത്ത് പണയം വെച്ച കിണ്ടിയാ. മോളിക്കുട്ടി,